ഇന്റർനെറ്റിന്റെ സ്പീഡ് കുറയുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കും. അപ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻ കട്ടാകും. വീണ്ടും ഫ്ലൈറ്റ് മോഡ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് കണക്ഷൻ റീകണക്റ്റ് ആകും. അപ്പോൾ പതിവിലും കൂടുതൽ ഇന്റർനെറ്റിന്റെ സ്പീഡ് വർദ്ധിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഇന്റർനെറ്റ് കണക്ഷൻ റീസെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിഫ്രഷ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമോ? ഇതുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം, ഇന്റർനെറ്റിന്റെ സ്പീഡ് പതിവിലും കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഇത് സഹായകമാകും. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മൊബൈൽ ചോദിച്ച് ശല്യപ്പെടുത്തുന്നവർക്ക് മൊബൈൽ കൊടുക്കാം, പക്ഷേ ഇന്റർനെറ്റ് സംബന്ധമായിട്ടുള്ള ഒരു സംഭവവും അവർക്ക് ഉപയോഗിക്കാനേ സാധിക്കില്ല. എവിടെയാണ് സെറ്റിംഗ്സ് ഉള്ളത്, എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് കണ്ടു മനസ്സിലാക്കാം. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം പ്രയോജനം ചെയ്യും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, എൻ്റെ മൊബൈലിലുള്ള ഇന്റർനെറ്റ് ഓണിലാണ് ഉള്ളത്. കണ്ടോ, ഓണിലാണ് ഉള്ളത്. ഇവിടെ ഇന്റർനെറ്റ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ മൊബൈലിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. കൃത്യമായിട്ട് യൂട്യൂബ് വർക്ക് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സിമ്മിലാണ് നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്, ഞാനിപ്പോൾ സിം 1ലാണ് ഉപയോഗിക്കുന്നത്, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആക്സസ് പോയിന്റ് നെയിംസ് എന്ന് കാണാൻ സാധിക്കും. ഇനി നിങ്ങളുടെ മൊബൈലിൽ ആക്സസ് പോയിന്റ് നെയിംസ് കിട്ടുന്നില്ല എങ്കിൽ സെറ്റിംഗ്സിൻ്റെ സെർച്ച് ബാറിൽ ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ സെർച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ കിട്ടും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ എയർടെലിൻ്റെ ഇൻ്റർനെറ്റാണ് ഉപയോഗിക്കുന്നത്. അവിടെ കണക്റ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും. ഈ എഴുത്തിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഐ ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ അഡ്രസ്സ് കംപ്ലീറ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ ഡിലേറ്റ് APN എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഡിലേറ്റ് കൊടുക്കുക. ഇപ്പോൾ കംപ്ലീറ്റ് അത് ഡിലേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇൻ്റർനെറ്റ് സംബന്ധമായിട്ടുള്ള ഒരു സംഭവം ഈ മൊബൈൽ ഉപയോഗിക്കാനേ സാധിക്കില്ല. ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. കണ്ടോ, ഇവിടെ നോ കണക്ഷൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഹോമിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഓഫ്ലൈൻ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, എൻ്റെ മൊബൈലിലെ ഇന്റർനെറ്റ് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല. ദാ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇന്റർനെറ്റ് ഓണിനാണ് ഉള്ളത്. പക്ഷേ ഇന്റർനെറ്റ് സംബന്ധമായിട്ടുള്ള ഒരു സംഭവവും ഈ മൊബൈലിൽ ഉപയോഗിക്കാനേ സാധിക്കില്ല. അപ്പോൾ മൊബൈൽ ചോദിച്ച് ശല്യപ്പെടുത്തുന്നവർക്ക് ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മൊബൈൽ കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം മൊബൈൽ നെറ്റ്വർക്ക് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സിം കാർഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആക്സസ് പോയിന്റ് നെയിംസ് എന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ മുകളിൽ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും റീസെറ്റ് ആക്സസ് പോയിന്റ്സ് എന്ന ഭാഗം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ റീസെറ്റ് കാണാം. റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൻ്റെ ഇൻ്റർനെറ്റ് റീസെറ്റ് ആകും, അതുപോലെ തന്നെ റീഫ്രഷ് ആകും. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റഡ് ആവുകയും ചെയ്യും. ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഞാനിപ്പോൾ വീണ്ടും യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. കണ്ടോ, ഇവിടെ യൂട്യൂബ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഹൈ സ്പീഡോടുകൂടി നിങ്ങൾക്ക് യൂട്യൂബ് ഉപയോഗിക്കാൻ സാധിക്കും. ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ട്രിക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ചോദിച്ച് ശല്യപ്പെടുത്തുന്നവരെ ഒഴിവാക്കാനും നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ഇന്റർനെറ്റ് സംബന്ധമായിട്ടുള്ള ഇങ്ങനെയുള്ള ട്രിക്കുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.